വ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. മുകേഷ് നായർക്കെതിരെ മാതാപിതാക്കൾ കോവളം പോലീസിൽ പരാതി നൽകി. നിർത്തണം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. അതിജീവകൻ മുകേഷ് നായർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, നമസ്കാരം. യഥാർത്ഥത്തിൽ ഒരു അതിജീവിതനായി ഇനിയും ഒരുപാട് പുരുഷന്മാർ വ്യാജമായി പെടുമ്പോൾ അവർക്കൊരു പിന്തുണയായി സപ്പോർട്ടായി മുകേഷിന്റെ കേസ് മാറട്ടെ. അതൊരു ലീഗൽ നാഴികക്കല്ല. മുകേഷ് നായർ, ആ ഒരു അനുഭവം എന്തുവായിരുന്നു? നിനക്ക് നാണം ഉണ്ടോടാ ചോദിക്കും. നീ പുരുഷ കമ്മീഷൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ഗുണമുണ്ട്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല. അവിടെ എന്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റുന്നില്ല അഡ്വക്കേറ്റ്? അത് പ്രശ്നം എന്താ അറിയാമോ? അത് പറഞ്ഞാൽ 1.5 വർഷം ജയിലിലാളെ ഓക്കും. ഓരോ 4.5 മിനിറ്റിലും ഒരാൾ ഇന്ത്യയിൽ ആത്മഹത്യ. നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഒരു നിരപരാധിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നു. തെറ്റുകാരനാണോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന് പോലും അറിയാതെ ആളുകൾ കല്ലെറിയുന്നു. ബഹുമാനപ്പെട്ട കോടതി തെറ്റുകാരനല്ല എന്ന് പറയുന്നു. ഇവിടെ പുരുഷന്മാരുടെ വാക്കുകൾക്ക് വിലയില്ലേ? സ്ത്രീകൾ കൊടുക്കുന്ന ഏത് പരാതിയിലും പുരുഷന്മാർ നഴിക്കുള്ളിലാണോ? ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അതിജീവകൻ മുകേഷ് നായർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, നമസ്കാരം. സുഖമാണോ എന്ന് ഞാൻ ചോദിക്കണോ? അതിജീവകനായിട്ട് മറ്റു പുരുഷന്മാർക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയാണോ എന്ന് ചോദിക്കണോ? ഏത് ചോദിക്കണം? സുഖമാണ്. ഈ ഒരു അസുഖം ആൾക്കാർ എന്നിലേക്ക് കുത്തിവയ്ക്കാൻ ശ്രമിച്ചതിന് ശേഷം ഇതുവരെ ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി പോരാടുന്ന പോരാളിയോ അങ്ങനെ ഉള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ വ്യാജ പരാതികളുമായി മുന്നോട്ട് വരുന്ന ആൾക്കാർക്കെതിരെ പോരാടുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനുണ്ടാവും. കാരണം ഞാനൊരു ഇരയാണിന്ന്. കാരണം വ്യാജ പരാതിയിൽ ഞാൻ ഇന്ന് ഒരു അതിജീവിതനാണ്. ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ അദ്ദേഹം. തീർച്ചയായിട്ടും അതിന് വലിയൊരു കയ്യടി കേട്ടോ. കാരണം അതിജീവിത എന്നൊരു വാക്ക് ഇന്ന് വരെയുള്ള ഡിക്ഷണറിയിൽ ഉള്ളായിരുന്നു. അതിജീവകൻ എവിടുന്ന് വന്നു? അല്ല, അത് തീർച്ചയായും ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഒരു അതിജീവിതൻ ഉണ്ടാവുന്നത്. അതായത് അതിജീവിക്കുക, സർവൈവ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ അതിജീവിത എന്ന വാക്ക് വന്നത്. അത് വളരെ ബഹുമാനിക്കേണ്ട ഒരു വാക്കാണ്. ഒരു പെൺകുട്ടി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും അവൾ ആ വേദനയ്ക്ക് അതിജീവനം നടത്തുകയും ചെയ്യുമ്പോഴാണ് അതിജീവിതയാകുന്നത്. അതേ അതിജീവിത ചെയ്ത അതേ കാര്യമാണ് അതിജീവിതനായ മുകേഷൻ ചെയ്തത്. വ്യാജ പരാതി വന്നു, അതിൽ വിഷമിച്ചു, അതിനെതിരെ പോരാടി. ഒരുപക്ഷെ പോക്സോ കേസുകളിൽ പൊതുവെ കാണാത്ത രീതിയിൽ ജഡ്ജി പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹത്തെ വ്യാജമായിട്ടാണ് ഡ്രാഗ് ചെയ്തത്. കൃത്യം വരി കോട്ട് ചെയ്താൽ ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ എന്ന് പുള്ളിക്ക് ജാമ്യം കൊടുത്ത വിധിന്യായത്തിൽ എഴുതി വെച്ചു. അത് വളരെ റേറാ, പ്രത്യേകിച്ച് ലീഗൽ സർക്കിൾസിൽ റേറാ. കാര്യം ആദ്യമേ ജഡ്ജി പറയുകയാണല്ലോ പുള്ളി നിരപരാധിയാണ്. അപ്പം അത് വലിയൊരു സ്റ്റെപ്പാണ്. ഇനിയും ഭാവിയിൽ പോകുന്നവർക്ക് മുകേഷ് നായരുടെ കേസിൽ പറഞ്ഞതുപോലെ എനിക്കും കൂടി വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അതിജീവിതനായി ഇനിയും ഒരുപാട് പുരുഷന്മാർ വ്യാജമായി പെടുമ്പോൾ അവർക്കൊരു പിന്തുണയായി സപ്പോർട്ടായി മുകേഷിന്റെ കേസ് മാറട്ടെ. അതൊരു ലീഗൽ നാഴികക്കല്ല, അല്ലെങ്കിൽ ഒരു ലീഗൽ മൈൽ സ്റ്റോൺ ആയി ഓൾറെഡി മാറും. ഇനി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു മൈൽ സ്റ്റോൺ ആയി മാറും. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ മുകേഷ് നായരുടെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നു ഈ വ്യാജപരാതി വന്നിരുന്നെങ്കിൽ ആത്മഹത്യയല്ലേ പറ്റൂ? വലിയ ആലോചിച്ച് നോക്കുക വെറുതെ. അതായത് മുകേഷിന്റെ കേസ് നമുക്ക് ആ സംഭവിച്ചത് നോക്കുക. നമ്മൾ ഓഫീസിൽ പോയി, അപ്പൊ മുകേഷ് ബ്രാൻഡിങ്ങിലുള്ള ആളാണ്, മീഡിയയിലുള്ള ആളാണ്. നമ്മളൊരു ഓഫീസിൽ പോയി കുറച്ചു പേരോട് ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. 2 മാസത്തിന് ശേഷം അവിടെ നമ്മൾ പോയി ഒരു കുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞ് പോക്സോ കേസിൽ പ്രതിയായി. നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈ ഡൈലമ ഫേസ് ചെയ്ത ആളാണ്. ഒരു പോക്സോ കേസ് നമുക്കെതിരെ വരുമ്പോഴാണ്, നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികളും മക്കളും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ, വൈഫിന്റെ മുഖത്തേക്ക് നോക്കാൻ, അമ്മയുടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാം, വീട്ടിലുള്ള മുതിർന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ മടിയാവും. മുകേഷിനും അത് തന്നെ ഉണ്ടായി കാണും. ആ ഒരു ചമ്മൽ, മടി. ഇനി നാട്ടുകാർ എന്ത് പറയും? ഇപ്പൊ എനിക്ക് എന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോ, ഇപ്പൊ അവന് 8 വയസ്സേ പ്രായമായുള്ള ഒന്നും കുഴപ്പമില്ല, നാളെ അവനൊരു 15 വയസ്സോ 18 വയസ്സോ ആകുമ്പോൾ കോളേജിൽ പോകുമ്പോ അച്ഛനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോ അവനുണ്ടാകുന്ന വേദന എത്ര മാത്രമാണ്. മുകേഷ് നായർ, ആ ഒരു അനുഭവം എന്തുവായിരുന്നു? ഇതെങ്ങനെ അറിഞ്ഞത്? ശരി, അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന്
ഒരു ഇനോഗ്രേഷനുമായിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു. ആ സമയത്താണ് ഞാൻ തന്നെയാണ് എൻ്റെ വാർത്ത ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ തന്നെ പോക്സോ കേസ് കുറച്ചാൾ മുമ്പ് ഒരു ബ്ലോഗർ എന്തോ ഒരു സാധനം, കാരണം കോമ്പറ്റേറ്റീവ്ലി എന്നിൽക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്ന ബ്ലോഗർ എന്തോ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം പുള്ളി ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാനത് വലിയ കെയർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത ചാനലിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലാണ്. ഇതെങ്ങനെ ഒരു കേസാവും? 10-20 മോഡൽസിനോടൊപ്പം ഞാനൊരു ഷൂട്ടിൽ പങ്കെടുക്കുന്നു. ഞാൻ ഓർഗനൈസ് ചെയ്ത ഷൂട്ടല്ല, എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ പ്രൊമോഷൻ ചെയ്യാനായിട്ട് കൃത്യമായി എനിക്ക് പൈസ തന്നിട്ട് ഞാൻ പോകുന്ന ഒരു ഷൂട്ടാണ്. ഞാൻ പോയി അഭിനയിച്ചു, കാശ് മേടിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു. ഒരുപക്ഷെ ഇത്രയും പ്രൊമോഷനും ഇത്രയും ബ്രാൻഡ് കൊളാബും ചെയ്തില്ല ഈ ഒരു കേസ് വരത്തില്ല, ഒരിക്കലും വരില്ല. ഇതാണ് അവരുടെ പ്രശ്നം. മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മുകേഷ് നായർ 1000-ലധികം ഇനോഗ്രേഷൻ ചെയ്തു, 2500-ലധികം മറ്റേ ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്തു. അതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, എല്ലാം ചെറിയ ബ്രാൻഡുകളൊന്നുമില്ല. ഇപ്പം അദാനി എൻ്റെ ക്ലയന്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പം യൂറോ സ്പിരിറ്റ്സ്, യൂറോപ്പിലെ ഏറ്റവും വലിയൊരു മദ്യ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. അപ്പോൾ അവരുടെയൊക്കെ ബ്രാൻഡിങ് നമ്മുടെ ജോലിയാണത്, ബ്രാൻഡിങ് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ, 2500-ഓളം ബ്രാൻഡുകൾ എൻ്റെ ക്ലയൻസ് ആണ്. ഇത് കാണുമ്പോൾ ചെറുകിട സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അതിൽ നിന്ന് ഇത്രയും വലിയൊരു കേസിലേക്ക് എന്നെ വലിച്ചെഴുക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥിതിയുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിക്കണം. കാരണം ഞാനിപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ ലോ, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഇപ്പം നമ്മുടെ അറിയാലോ, IPC മാറി ഇപ്പം അതാണല്ലോ. അപ്പൊ ആ ഒരു പുസ്തകത്തിൽ അന്നും ഇന്നും ഒരൊറ്റ വാക്യം മാത്രം ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല. കാരണം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവന് ന്യായം ലഭിച്ചിരിക്കും. ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോടതി എന്നെ ഫേക്ക്ലി വലിച്ചഴിച്ചെന്ന് കണ്ടെത്തി. പക്ഷേ മറ്റു ചിലർക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഈ സമയം എടുക്കുമ്പോഴെന്ന് മുകേഷ് പറയുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഒരു പുരുഷനെതിരെ കേസ് വരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പകരുന്നു. ഈ ചിത്രം വൈറലായതിനു ശേഷം ആ കേസ് കൊടുക്കുന്ന വ്യക്തിയുടെ പേര്, പെൺകുട്ടിയുടെ പേര് ഇര. അവിടെ പുരുഷന്റെ കുടുംബചരിത്രം, പുരുഷന്റെ പേര് എല്ലാം കഴിഞ്ഞതിന് ശേഷം 3 മാസം 4 മാസത്തിന് ശേഷം പുരുഷൻ തെറ്റുകാരനല്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പൈസയേക്കാൾ ഞാൻ ഇന്ന് മനസ്സിലാക്കി മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെന്തോ അവസ്ഥയാ? മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റണം, അഭിമാനം ഉണ്ടാകണം, സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന അതിനൊക്കെ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് റവന്യൂ വേണം, നമുക്കൊരു ബ്രാൻഡ് വാല്യൂ വേണം. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ, സാധാരണ ഭാഷ പറഞ്ഞാൽ അഭിമാനം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ജനിച്ചു വരുന്നവരാണ്. അപ്പൊ മിഡിൽ ക്ലാസ്സുകാരന് ഏറ്റവും പ്രധാനം എന്താ? നാട്ടുകാർ നമ്മളെ ബഹുമാനിക്കണം, നമുക്കൊരു സോഷ്യൽ വാല്യൂ വേണം, ഇതിന്റെ അച്ഛന്റെ അമ്മയുടെ ഫ്രണ്ടിൽ ഒരു വില വേണം. അങ്ങനെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഫ്രണ്ടിൽ, ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ നമ്മളെ എത്രമാത്രം ഇടിച്ചു കാണിക്കുന്നതാണ്. മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന് കുറച്ചൊക്കെ ഭാഗ്യം കിട്ടി. മുകേഷിന് ഒരു സ്റ്റേച്ചർ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ മുകേഷിന്റെ തന്നെ വാർത്ത മറ്റ് കേസുകളിലും മുകേഷ് നായരുടെ കേസിലും വന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്തുവാ? മുകേഷ് ഇത് സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്ത് ശക്തമായി വന്ന് ഇപ്പോ പേര് പറഞ്ഞു തന്നെ പോവാം. ഞങ്ങളുടെ കൂടെ കുട്ടികൾ ജയചന്ദ്രനും വൈഫും ഉണ്ടായിരുന്നു. അവർക്ക് നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചു. അവർക്ക് ആ പ്രസ് മീറ്റിൽ കയറാൻ ഇപ്പോഴും പേടിയാ. അവരുടെ കുറ്റമല്ല കേട്ടോ, അവരുടെ കുറ്റമല്ല. അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു അങ്ങനെ കയറരുത്, ഭാവിയിൽ വീണ്ടും പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. കാര്യം എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് വെറുതെ ഒരു വ്യാജ പരാതി കൊടുത്താൽ മതി. അതായത് കണ്ടോ, വീണ്ടും പ്രസ് മീറ്റിലൂടെ നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയുമ്പോൾ അത്ഭുതം ഉണ്ടാവും. ഞങ്ങൾ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുക. സുപ്രീം കോടതിയിൽ കുട്ടികൾ ജയചന്ദ്രന് ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ അഡ്വക്കേറ്റ്, അത് കേരള സർക്കാരിന്റെ ആയതുകൊണ്ടല്ല, ഇവിടുത്തെ അഡ്വക്കേറ്റ് വാദിച്ചത് രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു എന്നാണ്. സുപ്രീം കോടതിയിൽ 1 മണിക്കൂറോളം ഫൈറ്റ് നടന്നത് രാഹുൽ ഈശ്വർ പ്രസ് മീറ്റ് വിളിച്ചത് ശരിയോ തെറ്റോ, 2 കുട്ടികൾ ജയചന്ദ്രനെ രഹസ്യമായി കണ്ടോ ഇല്ലയോ, ഞാൻ പുള്ളിയെ കാണുന്നതും പുള്ളിക്ക് ജാമ്യം കൊടുക്കുന്നതും എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് പുള്ളിക്ക് ജാമ്യം നിശ്ചയിക്കാൻ നോക്കുക. ഈ ഒരു പേടി മുകേഷിന് ഇല്ലായിരുന്നു. ഇല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ മുകേഷിന്റെ ഒരു കാര്യത്തിൽ മുകേഷ് വളരെ ധൈര്യം കാണിച്ചു എന്ന് മാത്രമല്ല, പ്രസ് മീറ്റിൽ വന്നു, പിന്നെ പുരുഷ കമ്മീഷൻ സ്ഥാനത്തിൽ വന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മുകേഷിന്റെ ധൈര്യം, 2 നല്ല വെർഡിക്ട്സ്. ഇത് 2 കിട്ടി. 2ന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു വാർത്ത ഞാൻ ആദ്യം കാണുന്നത് ഒരു പ്രമുഖ ചാനലിലാണ്. അപ്പൊ ചാനലിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ദുബായിലാണ്. ദുബായിൽ ഷെയ്ഖ് മഖ്ദൂം ഓഫീസിൽ ഒരു മീറ്റിംഗിൽ പോവാണ്. അവിടെ ദുബായിൽ അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഈ കുട്ടി എനിക്ക് പറയാൻ പറ്റില്ല രീതിയിൽ പൈസ ചോദിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്ക് പ്ലേ നടന്ന കാര്യങ്ങളുടെ പ്രൂഫുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ അന്നേ ദിവസം തന്നെ എനിക്കെതിരെ കേസ് എടുത്ത് ഞാൻ ദുബായിൽ എത്തിയതിന് 1 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ കേസ്. ആളുകൾ പറയുന്നത് മുകേഷ് മുങ്ങിയെന്ന ദുബായിൽ. ഒരിക്കലുമില്ല. കാരണം ഞാൻ ദുബായിൽ എത്തുന്നത് 17-ാം തീയതിയാണ്.
കേസ് വരുന്നത് 22-ാം തീയതി. എനിക്ക് എങ്ങനെ ഞാൻ ആറ്റുകാൽ രാമകൃഷ്ണൻ എനിക്ക് ഇന്ന് ഇപ്പൊ 22-ാം തീയതി കേസ് വരുമെന്നത് നേരത്തെ ദുബായിൽ പോകാൻ. ഈ ട്രാവലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ വന്നൊരു കമന്റ് ഉണ്ട്, മുകേശൻ നായർ ഇന്ന് സഞ്ചരിക്കാത്ത ലോകമില്ല, ഇന്ന് യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളില്ല, ഇത്രേ യാത്ര ചെയ്ത് ഇത്രേ സ്ത്രീകളുമായി സൗഹൃദമുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു പോസ്റ്റ് കോഡ് ആവശ്യമുണ്ടോ എന്നൊരു കമന്റ് വന്നു. ഇത് കൊടുക്കുന്നതല്ലേ കാര്യം. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പുള്ളിയോട് ഒരു അവേർഷൻ ഉണ്ടാകും, തീർച്ചയായിട്ടും വിപ്രതിപത്തി അല്ലെങ്കിൽ ഉദ്ദേശം കണ്ടാ വൃത്തികെട്ടവനല്ലേ എന്ന് പറയാം. എന്റെ ഫേസ്ബുക്കിൽ അല്ല, ഞാനും ഇദ്ദേഹം കൂടെ കടകംപള്ളി സുരേന്ദ്രൻ ജി MLA-ക്ക് ഇത് കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഇട്ടവൻ താഴെ കുറെ പേര് അവൻ വേണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ അവൻ എന്താ പ്രശ്നം, അവൻ അനുകൂലമായി വിധി വന്നില്ലേ, അവരറിഞ്ഞിട്ടില്ല, അവരുടെയും കുറ്റമില്ല. അപ്പൊ ഒരാളിനോട് ചോദിച്ചു, അയ്യോ ശരിക്കും വിധി വന്നോ? ഞാൻ പറഞ്ഞു വിധി വന്നു, ഇദ്ദേഹത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറി. അത് മീഡിയക്കാര് വേണ്ട രീതിയിൽ കൊടുക്കാത്തതുകൊണ്ട് അറിയുന്നില്ല. അതെന്തുകൊണ്ട് കൊടുക്കുന്നത്? അത് കാര്യം എന്താ അറിയാമോ, ആൾക്കാർക്ക് ഞാൻ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മീഡിയ കൂടെ നമ്മൾ അടിസ്ഥാനമായി പഠിക്കുന്ന ഒരു തത്വമുണ്ട്. പട്ടി വ്യക്തിയെ കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷെ വ്യക്തി പട്ടിയെ കടിച്ചാൽ അത് വാർത്തയാണെന്ന്. മനുഷ്യനെ കടിച്ചാൽ കാര്യം നെഗറ്റീവ് ആണ് ന്യൂസ്. മുകേഷിന് അനുകൂലമായ ന്യൂസ് വന്നാൽ അത് കൊടുക്കില്ല, ഒരു ചെറിയ കോളം ചിലപ്പോൾ കൊടുത്താലായി കൊടുത്തില്ലെങ്കിലായി. മുകേഷ് ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് കൊടുത്താലായി കൊടുത്തില്ലെങ്കിലായി. മറ്റേത് ഫ്രണ്ട് പേജിൽ ഈ പീഡിപ്പിച്ചു വ്യാജ അല്ലെങ്കിൽ പരാതി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കൊടുക്കും. ഇത് നാളെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്കൊരു ദിവസം ഒരു കോള് വരുന്നു, കോള് വന്നിട്ട് എനിക്ക് വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നമ്മൾ പറയൂ ഓൾ ദ ബെസ്റ്റ്, നന്നായിക്കോട്ടെ, എനിക്ക് 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും പെട്ടെന്ന് കൊടുക്കാൻ ആരുടെയും അവകാശമില്ല. ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ്. കാരണം എന്നോട് ആദ്യം കോള് വിളിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. അമ്മ പറഞ്ഞു എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. അത് കഴിഞ്ഞാണ് കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല, കാരണം എനിക്ക് എന്തോ അതിൻ്റെ അതൊരു ബാഡ് സ്മെൽ അടിച്ചു. കാരണം പെട്ടെന്ന് ഒരു 25,000 രൂപ, ഇപ്പൊ തൽക്കാലം 25,000 മതി, ഞാൻ പിന്നെ അറിയിക്കാന്നൊക്കെ പറഞ്ഞു. എന്ത് തൽക്കാലം 25,000? ഞാനെന്തോ അവര് ജസ്റ്റ് ഒരു ദിവസം ഒരു ഷൂട്ടിന് ജസ്റ്റ് കണ്ട് ഹായ് ബൈ പറഞ്ഞ ബന്ധേ ഉള്ളൂ. അത്തത്തെ കാര്യങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് അതിജീവിത എന്ന് പറയുന്ന കുട്ടിയുടെ മെസ്സേജ് വരികയാണ്, ഞാൻ എന്തിന് കാശ് കൊടുക്കും. അപ്പം ഞാൻ ഈ മോഡലിംഗ് ഏജൻസിയുടെ ഓണറെ വിളിച്ചു ചോദിച്ചു, മോളെ ഇങ്ങനെ ഒരു കോള് വന്നു, ചേട്ടാ ഒരു കാരണവശാലും കൊടുക്കരുത്, മേ ബി തട്ടിപ്പായിരിക്കാം, ചേട്ടൻ കൊണ്ട് കാശ് കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ജെനുവിനാണെന്ന് തോന്നുന്നു, ഫോട്ടോയൊക്കെ അയച്ചു തന്നു. അല്ല ചേട്ടാ ഒരു കാരണവശാലും കൊടുക്കരുത്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, മെഡിക്കൽ കോളേജിലൊക്കെ പോയി, മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഒരു സമയം ആ കുട്ടി എന്നോട് ചോദിച്ചു. ആ ഒരു 24 hours എനിക്ക് എതിരെ അവര് കേസ് കൊടുക്കുകയാണ്. പക്ഷെ പോലീസിന് ഇത് പ്രവദൃഷ്ടിയാൽ ഒരു മറ്റു കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പ്ലേ ആണെന്ന് മനസ്സിലായതുകൊണ്ട് അത് വളരെ കൃത്യമായി അത് കേസ് ഡയറിയിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇങ്ങനെ പല ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ഫൈറ്റ് ആ കേസ് ഡയറി പരിശോധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ ഞാൻ നിരപരാധി. അവിടെയാണ് ആ കുട്ടിക്ക് ആവശ്യം കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് ആ വ്യക്തിയുടെ ജീവിതമാണ്. അതിന് മുകേഷ് കാശ് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, അച്ഛൻ മരിക്കാൻ കിടക്കുക, എങ്ങനെ കാശ് കൊടുക്കായിരിക്കും? 5 സ്വർണ്ണമാല. ഇത് നമ്മൾ ഞാൻ ഇത്രയും സംസാരിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് വ്യക്തമായിട്ട് അറിയേണ്ട ഒരു ചോദ്യവും ഉത്തരവും ഉണ്ട് അവിടുന്ന്. അതായത് നമ്മൾ ഇപ്പോഴും പറയുന്ന വാക്ക് അതിജീവത അല്ലെങ്കിൽ ഇര. ഒരു കാര്യം കൊണ്ട് മുകേഷ് പറഞ്ഞുകൊണ്ടാ, ആ കുട്ടിയല്ല, ഇതിൽ ഇദ്ദേഹമാണ് അതിജീവിതൻ. ആ വ്യക്തി വ്യാജ പരാതിക്കാരിയാണ്. ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റുന്നില്ല, അഡ്വക്കേറ്റ്. അത് പ്രശ്നം എന്താ അറിയാമോ? അത് പറഞ്ഞാൽ 1.5 വർഷം ജയിലിടാനുള്ള വകുപ്പുണ്ട്. അത് പറയണോന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പുരുഷ കമ്മീഷൻ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പുരുഷ കമ്മീഷൻ? 1. 2, ഈ പുരുഷ കമ്മീഷനും കൊണ്ട് ഗുണം ചെയ്യേണ്ടത് കേസ് കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ പുരുഷന്റെ പേര് വിടാം, ഫോട്ടോയും വിടാം, ഒരു പ്രശ്നവും നമുക്കില്ല. കേസ് തെളിയുന്നതിന് മുമ്പേ ഒരാൾ പറയുന്ന വാക്കിൽ പുരുഷന്റെ കുടുംബ ചരിത്രം മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇട്ട് വിളമ്പുമ്പം അവിടെ എന്ത് ന്യായമുണ്ട്? ചരിത്രം മാത്രമല്ല, വ്യാജ ആരോപണങ്ങൾ. കുടുംബ ചരിത്രം, അതായത് ഇപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഒറ്റ വാക്കിൽ എന്താന്ന് പറയാം, വനിതകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ, പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ. ഏത് മോഡലിൽ? യുവജന കമ്മീഷന്റെ മോഡലിൽ. ഇന്ത്യയിൽ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്, എന്ന് പറഞ്ഞാൽ പകുതി കോടതിയാണ്, നേരത്തെ സെമി കോർട്ടാണ്, അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ എന്നാണ് കറക്റ്റ് വാക്ക്. അർദ്ധ ജുഡീഷ്യൽ നമുക്ക് മലയാളത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ കോടതിയെ പോലെ പല കാര്യങ്ങളിലും തെളിവെടുക്കാൻ, നിങ്ങളെ വിളിച്ചു വരുത്താനൊക്കെ റൈറ്റ് ഈ കോടതിക്കുണ്ട്. അതിനെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വയോജന കമ്മീഷൻ, പ്രായമായ അച്ഛനെ അമ്മയെ നോക്കിയില്ലെങ്കിൽ ഈ അച്ഛനമ്മമാർക്ക് ഈ വയോജന കമ്മീഷനിൽ കൊടുക്കാം. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഇതെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നാളെ മുകേഷിനെതിരെ ഒരു വ്യാജ പരാതി കൊടുത്താൽ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്താൻ റൈറ്റ് ഉള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല, പക്ഷെ നാളെ ഉണ്ടാവണം. ഇപ്പൊ മുകേഷ് നല്ലൊരു അഡ്വക്കേറ്റ്, അഫ്സൽ അടക്കം നല്ല ഫൈറ്റ് ചെയ്ത് നിന്നു. അഫ്സൽ മിടുക്കനാണ്, പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആണ്. രാഹുൽ, ഇന്നും കള്ളക്കേസിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്.
ഇന്ന് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ അവരോട് ഈ നിമിഷം എന്തുവാ പറയാനുള്ളത്? 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അടക്കമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയി സൈക്കോളജിക്കൽ കൗൺസിലിംഗും ലീഗൽ ഹെൽപ്പും അടക്കം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ കള്ളപ്പരാതി ആയിരിക്കണം. നിങ്ങൾ ഒരു ഓർക്കും കൂടെ ചെയ്യണം, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചെയ്യരുത്. കാര്യം ഇത് ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവിധ ലീഗൽ ഹെൽപ്പും. ഇത് സംഭവിക്കുന്ന ഒരു വ്യാജ പരാതി വരുന്നവൻ ആദ്യം വേണ്ട എന്താ അറിയാമോ? ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. കുഴപ്പമില്ല, കാര്യങ്ങൾ ശരിയാകും എന്നൊരു വൈകാരികമായ പിന്തുണ. 2, അവൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റെപ്പുകളും മറ്റും സംഭവിക്കുക, നീ ഇതിൽ ഫൈറ്റ് ചെയ്യണം. 3, ഉറച്ചുറച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ താൻ നിരപരാധിയാന്ന് പറയണം. അതായത് ഉദാഹരണം, ആ പെൺകുട്ടി എത്ര വ്യാജ പരാതി കൊടുത്തു എന്ന് ഇരിക്കട്ടെ, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പറയരുത്. അത് നമുക്ക് അടുത്ത കേസായിട്ട് വരും. അതിനൊരു മാറ്റം വരത്തില്ല. അതിന് മാറ്റം വരണമെങ്കിൽ നിയമം മാറണം. സ്ത്രീകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചാലേ നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് അവരും അംഗീകരിക്കും. ഇവിടെയാണ് നമ്മൾ പരസ്പരം മത്സരിക്കുകയല്ല. ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ സ്ത്രീകളെ നമ്മൾ ഈ അകറ്റിക്കൊണ്ടുപോകാനാണ് നോക്കുന്നത്. നമ്മുടെ സ്ത്രീകൾ നമ്മളോടൊപ്പം വേണം. അതായത് സ്ത്രീകൾ, പെൺകുട്ടികൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, ഇവര് നമ്മളോടൊപ്പം വേണം. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് പ്രശ്നങ്ങളില്ലെന്ന് കണ്ണടക്കരുത്. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു അതിജീവിതയ്ക്ക് ആ സൗജന്യം നിയമം കൊടുക്കുന്നതിന്റെ കാരണം അവർക്കൊരു ബാഡ് മാർക്ക് ആകരുത്. സമൂഹത്തിൽ ഒരു പെൺകുട്ടി, തുറന്നു തന്നെ പറയാം, ഞാൻ പറയുന്ന ആർക്കും വിഷമം തോന്നരുത്, ഒരു പുരുഷൻ കുറച്ച് ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ അവൻ കില്ലാടിയാണെന്ന് പറയും. അല്ല, ഞാൻ പറഞ്ഞ ആർത്തല്ല. പക്ഷെ ഒരു പെൺകുട്ടി നേരെ തിരിച്ച് അങ്ങനെ വരുമ്പോൾ പെൺകുട്ടിക്ക് കുറെ നെഗറ്റീവ് സ്ലട്ട് ഷെയ്മിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം പെൺകുട്ടികളെ ബഹുമാനിക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അവരെയും പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു പെൺകുട്ടിക്ക് മുകേഷ് അനുഭവിച്ച ഒരു വ്യാജ പരാതി അനുഭവിക്കേണ്ടി വരില്ല. ഇതില് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. മുകേശൻ നായരുടെ കൂടെ ഒരു വീഡിയോ ചെയ്യുന്നത് 1-2 പെൺകുട്ടികളല്ല, നിരന്തരമായിട്ട് ഒരുപാട് പെൺകുട്ടികൾ വീഡിയോ ചെയ്യുന്നു. അവർക്കാർക്കും ഇല്ലാത്തൊരു പരാതിയാണ് ഈ വ്യാജപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കുള്ളത്. ഒരു പക്ഷെ ഞാൻ കണ്ടത് അത്രയും ഏറെ വീഡിയോ ചെയ്ത ബാക്കി പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും. തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ഈ ഒരു കേസിൽ വന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാനുമായിട്ട് വീഡിയോ ചെയ്ത ഒരുപാട്, എനിക്ക് വന്ന ഒരു 100ഓളം പെൺകുട്ടികളുണ്ട്. എല്ലാവരും ഇന്നേ വരെ ഈ ഒരു കേസ് വന്നു, വേറൊരു പെൺകുട്ടി ഒരു കേസുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ, അത്രയും നമ്മളുമായിട്ട് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ വീഡിയോ വരുമോ? മുകേഷ് നായർക്ക് ശത്രുക്കളുണ്ടോ? ഒരുപാട്. കാരണം ഈ ഇൻഫ്ലുവൻസർമാർക്കിടയിൽ ശത്രുക്കളുണ്ടോ? ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രാൻഡ് കൊളാബറേറ്റർ ആയതുകൊണ്ട് ചോദിച്ചാ. അതെ, കാരണം എനിക്ക് കിട്ടുന്ന ബ്രാൻഡ് കൊളാബറേഷൻസ് വേറെ ആർക്കും കിട്ടാത്തതുകൊണ്ട് അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവാം. കാരണം ഈ ഇടയ്ക്ക് അത് എനിക്ക് മനസ്സിലായത് തന്നെ, എനിക്കെതിരെ ഈ ഒരു കേസ് ആദ്യമായിട്ട് പുട്ടപ്പ് ചെയ്തത് എന്നോളം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 4-1 പോലും താഴെ നിൽക്കുന്ന റീച്ചുള്ള, അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിലായാലും കൊളാബറേഷന്റെ കാര്യത്തിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാള്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ശത്രുക്കളുണ്ട്. ഇതുവരെ ഞാൻ ചിന്തിച്ചെന്താണെന്നറിയാമോ, എല്ലാവരും എന്റെ അനിയന്മാരാണ്, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും എന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു വീഴ്ച വന്നാലേ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോ ആദ്യം ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ഇടുന്നു, അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടി പരാതിയായിട്ട് വരുന്നത്. അത് 3 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഈ പെൺകുട്ടിയെ പരാതി കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ ആണ്. ഇതെല്ലാം പോലീസുകാർ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ബെയിലൊക്കെ കിട്ടിയ ശേഷം സ്റ്റേഷനിൽ പോവാണ്. ബെയിൽ കിട്ടിയ ശേഷമാണ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോഴത്തേക്ക് എനിക്കിവിടെ പറയാവുന്ന, എനിക്കിവിടെ പോലീസുകാരെ പലരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ശത്രുക്കളുണ്ടല്ലേ, ഒരു ഇൻഫ്ലുവൻസറും കുറച്ച് ആൾക്കാരെ കൂടെ വന്നിട്ടാണ് ഈ പരാതി പുട്ടപ്പ് ചെയ്ത്. ഞങ്ങൾക്ക് മനസ്സിലായി സത്യം എന്താണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ദുബായിലല്ല, എവിടെ ആയിരുന്നാലും കേരള പോലീസിന് ശക്തമായ ഒരു ചരിത്രമുണ്ട്. കാരണം അവരെവിടെയാണെന്ന് പറഞ്ഞാലും ഒരു ആള് പ്രതിയാണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് പൊക്കിയിരിക്കും. അത് ഏത് ഗുദാമിലാണെങ്കിലും ഏതിന്റെ അടിയിലാണെങ്കിലും കേരള പോലീസ് പൊക്കിയിരിക്കും. കേരള പോലീസിന് വേറൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അവൻ പ്രതിയല്ല, അല്ലെങ്കിൽ അവനെ ട്രാപ്പ് ചെയ്താണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഞാനല്ല, ഇനി ഏത് സാധാരണക്കാരനല്ല, കേരള പോലീസിന് അവൻ്റെതായ ഒരു നയമുണ്ട്. കാരണം അത് എനിക്ക് അറിയില്ല, ജനകീയം ഒരു സർക്കാർ ആയതുകൊണ്ടാണോ പോലീസിന്റെ ഇതാണോന്ന് എനിക്കറിയില്ല. എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. എൻ്റെ കേസിൽ കേരള പോലീസിന് കൃത്യമായ ഒരു അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ അജിനുമായിട്ട് ഒരാൾ വരികയാണ്, ഞാൻ അജിനോട് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുവാണെങ്കിൽ അജിന് മനസ്സിലാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു നയം വന്നതോടുകൂടി എനിക്ക് ജുഡീഷ്യറിയിലുള്ള, ഞാനൊരു നിയമ വിദ്യാർത്ഥിയും കൂടെയാണ് ഇപ്പം. അപ്പം എനിക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം വളരെയധികം കൂടി. കാരണം
ഞാൻ നിയമം പഠിക്കാൻ പോയത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് പഠിക്കാൻ പോയതാണ്. പക്ഷേ ഇപ്പം പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ ഇപ്പോൾ 3ാം സെമസ്റ്ററിലേക്ക് കിടക്കുന്ന വിദ്യാർത്ഥിയാണ്. 2ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 3ാം സെമസ്റ്റർ 2ാം വർഷത്തിലേക്ക്. അപ്പം എൻ്റെ ഈ കാരണം നിങ്ങൾ കഴിയുമെങ്കിൽ നിയമം പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ വലിയ പാടാണ്. നമ്മളെ അനാവശ്യമായി നമ്മൾ ഏതെങ്കിലും ഒരു ലൈം ലൈനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്കെതിരെ 1000 ശത്രുക്കൾ നമ്മളുടെ കൂടെ മിത്രങ്ങളായി നിൽക്കുന്നവരായിരിക്കും നമ്മളെ ശത്രുക്കളായിട്ട് പിന്നെ മാറുന്നത്. ഒരുപക്ഷെ മുകേഷിനാണെങ്കിൽ പോലും തോന്നിക്കാണും, ഇന്ന് കമന്റ് ഇടുന്നവർക്കും തോന്നും, നീ പുരുഷ കമ്മീഷൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, എന്ത് ഗുണമുണ്ട്? നാളെ കമന്റ് ഇടുന്ന നിങ്ങൾക്കോ മുകേഷിനോ ഒന്ന് പൊള്ളിയപ്പോൾ മനസ്സിലായി രാഹുൽ ഈശ്വറിന്റെ യാത്ര. ഞാനിത് പുള്ളി ഇരുത്തിക്കൊണ്ട് പ്രസ് കോൺഫറൻസ് പറഞ്ഞ കാര്യമാണ്. കാരണം രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷനുണ്ട്. ഞാൻ എന്തിൻ്റെ ആവശ്യമാണ് പുള്ളിക്ക് വേറെ ഒരുപാട് കാര്യം. പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളി UK പോയി ലണ്ടനിലൊക്കെ പോയി പഠിച്ച ആളാണ്. അപ്പം ഞാൻ ആലോചിക്കണം പുള്ളിക്ക് ഇതിൻ്റെയൊക്കെ പുറകെ കിടക്കണം എന്ത് കാര്യമാണ്. സ്വന്തം ജീവിതത്തിൽ അനാവശ്യമായി ഒന്നും ചെയ്യാതെ ഒരു കുറ്റത്തിൽ ആരോപിതനായി 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂറിൽ ന്യൂസിൽ പുള്ളിക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് എൻ്റെ അഭിമാനം പൊള്ളിയപ്പോൾ എനിക്ക് മനസ്സിലായി പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം ഈ നാട്ടിൽ അനിവാര്യമായ കാര്യമാണ്. പുള്ളിയോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ. ഇനി എൻ്റെ ലൈഫിൻ്റെ എൻഡ് വരെ ഈ ഒരു കാര്യത്തിൽ, കാരണം എനിക്ക് വേണ്ടിയിട്ടില്ല എൻ്റെ കേസ്, കാരണം അറിയാലോ എനിക്ക് അനുകൂലമായി ബെയിൽ കിട്ടി, എനിക്ക് അനുകൂലമായ വിധി കോടതിയിൽ വന്നു കഴിഞ്ഞു, എനിക്ക് ഒക്കെ തീർന്നു. പക്ഷെ അങ്ങനെ അല്ല. ഇനിയിപ്പം അവസാനത്തെ കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ വിധിയിലേക്ക് പോയാൽ മതി. പക്ഷെ അല്ല, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടി ഇനി നാളെ വളർന്നു വരുന്ന ഒരുപാട് എൻ്റെ വീട്ടിലൊരു മോളാണുള്ളത്. പക്ഷെ എൻ്റെ വീട്ടിൽ മോനൊന്നുമില്ല. രാഹുൽ ജിക്ക് 2 ആൺമക്കളാണ്. ഞാൻ എങ്കിലും എനിക്ക് എന്നെപ്പോലെ തന്നെ ഇനി ആരും ഇതുപോലുള്ള വ്യാജ പരാതികൾ ബലിയേടാവരുത് എന്നുള്ളതിൻ്റെ ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഈ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് മെൻ റൈറ്റ് അസോസിയേഷൻ ഉണ്ട്. നമ്മൾ എല്ലാം തോളോട് പോരാടണം. ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും. കാരണം നാളെ രാഹുൽജി എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ എപ്പോഴും എല്ലാവരും ഒരു വ്യാജ പരാതിക്ക് അകലമാണ്. ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിലാണ്. പറയാമോ? അതായത് നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അപ്പൊ ഈ പുരുഷ കമ്മീഷനും കൊണ്ട് സാധാരണക്കാരൻ എന്ത് ഗുണമുണ്ട്? പുരുഷ കമ്മീഷൻ വന്നാൽ പുരുഷ കമ്മീഷനിലേക്ക് ഇയാൾക്ക് പോയി എനിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറയാം. പുരുഷ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയതുകൊണ്ട് പുരുഷ കമ്മീഷന് ആ പെൺകുട്ടിയെയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അഡ്വക്കേറ്റിനെയും ആ പെൺകുട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയും, ഇപ്പൊ ഞാനാണ് മറ്റേ പുരുഷ കമ്മീഷൻ, എന്നെയും കൂടി വിളിച്ചു വരുത്താം. രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. 1. 2, പോലീസിലടക്കം വിളിച്ചു പറയാൻ ഞങ്ങൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തു, ഇത് വ്യാജ പരാതിയാണെന്ന് തോന്നുന്നു, ശ്രദ്ധിക്കണം. ഈ കാര്യം ഒരു കമ്മീഷൻ പറയുമ്പോൾ അതിന്റെ വാല്യൂ, വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നോ അത് തന്നെ പുരുഷ കമ്മീഷൻ പുരുഷന്മാർക്ക് വേണ്ടി കൊടുക്കാം. ഇത് ഇല്ലെങ്കിൽ എന്താ പറ്റുക? നാളെ ഈ വ്യാജ പരാതി വന്നാൽ എവിടെ പോവും? ഈ രീതിയിലെ ഫൈറ്റ് ചെയ്യാൻ ഇനി എല്ലാ അഡ്വക്കേറ്റ്സിനെ, ഞാനും അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ്സിനെ ബഹുമാനമാണ്. പല അഡ്വക്കേറ്റ്സും നമ്മുടെ പ്രശ്നങ്ങൾ, അഡ്വക്കേറ്റ്സിനെ മോശമായിട്ട് പറയല്ലോ കേട്ടോ, അഡ്വക്കേറ്റ്സ് 99% നല്ലതാ. പക്ഷെ 1% അഡ്വക്കേറ്റ്സ് നമ്മുടെ പ്രശ്നങ്ങളിലാണ് അവരുടെ ചോറ്, നമ്മുടെ കേസുകളാണ് അവരുടെ വരുമാനം. ഇല്ലെങ്കിൽ അവർക്ക് എന്താ വരുമാനം? അതുകൊണ്ട് അഡ്വക്കേറ്റ് 1% കുറിച്ചാണ് പറയേണ്ടത് കേട്ടോ, 99% കുറിച്ചല്ല. ഈ 1% നമ്മുടെ പ്രശ്നങ്ങൾ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമാണ്. ഈ ചില ചീത്ത ഡോക്ടർമാർ പോലെ നമ്മുടെ രോഗമാണ് ഡോക്ടറുടെ കഞ്ഞി. നമുക്ക് രോഗങ്ങളില്ലാത്ത ലോകത്ത് ഡോക്ടർ പ്രസക്തിയുണ്ടോ? കേസുകളില്ലാത്ത ലോകത്ത് അഡ്വക്കേറ്റ് പ്രസക്തിയുണ്ടോ? അപ്പം അവരും ഉള്ളിന്റെ ഉള്ളിൽ, എല്ലാവരും അല്ല, ചില ആൾക്കാർ നമുക്കുള്ള പ്രശ്നങ്ങൾ ആയിക്കോട്ടെ ആള് കത്തട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ആള് കത്തുമ്പോൾ, ഇത് പ്രത്യേകിച്ച് ഏറ്റവും സംഭവിക്കുന്നത് ഈ ആലിമണി അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് കേസിൽ, ഡിവോഴ്സ് കേസിലൊക്കെയാണ്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അത്യാവശ്യം കാശുള്ള ആളാണെന്നൊക്കെ കണ്ടാൽ കേസ് കുറച്ച് അധികം പോട്ടെ എന്ന് വിചാരിക്കും. അവസാനം സെറ്റിൽമെന്റ് രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പകുത്തെടുക്കും. ഇതൊക്കെ റിയലി നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഡിവോഴ്സിന്റെ കേസ് പറയുമ്പോൾ ഒരു സീരിയൽ നടനുണ്ട്, പേര് പറയുന്നില്ല. അവർ ഡിവോഴ്സ് ആവുന്നു. ആ സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി 2 കല്യാണം കഴിക്കുന്നു. ഇന്നും ആ സ്ത്രീയുടെ മക്കൾക്ക് ഈ 2 കല്യാണം കഴിച്ച പുരുഷന്മാരും ഇന്നും പൈസ കൊടുത്തുകൊണ്ടിരിക്കും. ഒരുപാട് സാധനങ്ങൾ വരും. ഇപ്പൊ അവിടെയാണ് സാമന്ത പോലെ അവിടെ എന്നിട്ടും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് ആ സ്ത്രീ അല്ല ഈ വ്യക്തികൾ എനിക്ക് 1 രൂപ പോലും തരുന്നില്ല. സ്ത്രീ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കേ വകുപ്പുള്ളൂ. നേരെ തിരിച്ച് ഈ പുരുഷൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീ കോടതി പോയി കഴിഞ്ഞാൽ അവന് പണിയും കിട്ടും. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പം അവിടെയാണ് സാമന്ത, നമ്മുടെ നാഗചൈതന്യയും സാമന്തയും തമ്മിൽ സെപ്പറേറ്റ് ആയി. അവരുടെ നല്ല ലവ് മാരേജ് ആയിരുന്നു. ദൗർഭാഗ്യവശാൽ അവര് മൂവ്ഡ് ഓൺ. സാമന്തയ്ക്ക് 250 കോടിയോ 200 കോടിയോ കൊടുക്കാന്ന് പറഞ്ഞപ്പം സാമന്ത വേണ്ടെന്ന് പറഞ്ഞു. അതാണ് പെണ്ണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ അറിയാമോ? ഹസ്ബൻഡിന്റെ, എന്റെ അടുത്ത സുഹൃത്ത്, പേര് പറയാൻ പറ്റൂല, പുള്ളിക്കറിയാം, നമ്മൾ സംസാരിച്ചോണ്ടില്ല, അവനേക്കാൾ കൂടുതൽ ശമ്പളം ഉള്ളതാണ് അവന്റെ വൈഫ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, രണ്ടുപേരും മ്യൂച്വലി സെപ്പറേറ്റ് ആയി. ഇവൻ 22 ലക്ഷം രൂപ, ഈ 20+ lakhs ഇവന് കൊടുക്കേണ്ടി വന്നു.
ഇവനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള സ്ത്രീ, ഇവനേക്കാൾ കൂടുതൽ ആവതുള്ള സ്ത്രീ, ഇവനേക്കാൾ വീട് ഇതുള്ള സ്ത്രീ. ഇതിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ വേറൊരാളുടെ അവിടെ ഞാൻ കേട്ടത് രാഹുൽ ഈശ്വർ കോടതിയിൽ ചെന്നാലും എനിക്ക് ജോലിയില്ല, എന്റെ ഉപജീവനമാർഗം ഇത്ര രൂപയാ, അവിടെ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട, കൊടുത്തേ പറ്റൂ. ഇത് റിയാലിറ്റി ആണോ? കോടതിയെ കുറ്റമായിട്ട് പറയില്ല. ഇന്ന് ഞങ്ങൾ രാവിലെ വന്ന ഒരാളുടെ കേസ് കേട്ടു. അയാൾക്ക് മാസം 15,000 രൂപയാണ് റവന്യൂ. 15,000 രൂപ അത്ര പെൻഷനാണ് പുള്ളിക്ക് കിട്ടുന്നത്. 18,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. 18,000 രൂപ കൊടുക്കണം ഭാര്യയ്ക്ക്, 18,000 രൂപ മാസം തോറും കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 15,000 രൂപ പെൻഷനുള്ള ഈ മനുഷ്യൻ റിട്ടയർ ആയി, ആളെ പറയുന്നില്ല, പറഞ്ഞ ഐഡന്റിഫൈ എന്നുള്ള നമ്മുടെ പട്ടാളത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു വലിയ ഓഫീസർ ഒന്നുമല്ല, ഇത് ഹെഡ് ഓഫീസർ ആയിട്ടുള്ളതാണ്. പുള്ളിക്ക് ഒരു 15,000 റുപ്പീസ് ആണ് അങ്ങനെ കിട്ടുന്നത്. 18,000 റുപ്പീസ് വൈഫിന് കൊടുക്കണം, ബാക്കി EMI എടുക്കണം. എന്ത് ന്യായമാണത്? എന്ത് നീതിയാണ്? അപ്പൊ ഇത് പുരുഷ കമ്മീഷൻ മാറുമോ? ഇല്ല, ഇത് വന്നാൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തി ഒരു പോളിസി ചേഞ്ച് ഉണ്ടാക്കും. എന്നിട്ട് കുറച്ചുകൂടെ ജസ്റ്റിഫയബിൾ ആ രീതി പറയും. ആണിന് ലീഗലി ജീവിച്ചിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. 4 സൈഡിൽ നിന്ന് ഇവരെ മാക്സിമം ടോർച്ചർ ചെയ്യും. ഈ 4 സൈഡിൽ നിന്ന് ടോർച്ചർ ചെയ്യുമ്പോൾ ആണിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കണക്കുണ്ട്. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി ഇരിക്കട്ടെ. ഏകദേശം ഇന്ത്യയുടെ കണക്ക് വെച്ച് 15ഓളം ആണുങ്ങൾ ഈ നിമിഷത്തിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഇത് രാഹുൽ ഈശ്വറിന്റെ കണക്കല്ല, NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 4.5 മിനിറ്റിലും ഒരാൺ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുക. ഓരോ 11 മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീകളുടെ 2 ഇരട്ടിയിലധികം ആണുങ്ങൾ ആത്മഹത്യ ചെയ്യുക. നമ്മൾ ഈ കഴിഞ്ഞ സംസാരിച്ച 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം 15 ആണുങ്ങൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു അവരുടെ ജീവിത പ്രശ്നങ്ങൾ കാരണം. ഇത് നമ്മളാരുടെയും കണക്കല്ല, ഇത് ഇന്ത്യയുടെ ഒഫീഷ്യൽ കണക്കാണ്. ഈ ഒരു കണക്കിൽ പെടേണ്ട, രാഹുൽ ഈശ്വർ പറയുന്ന കണക്കിൽ പെടേണ്ട ഒരാളായിരുന്നു ഞാൻ. എനിക്ക് അത്രയും ബോൺലെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കേസ് വരുമ്പോ ഒരു 15 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ആ കേസ് വരുമ്പോ സാധാരണ മനസ്ഥിതിയുള്ള ഒരാളാണെങ്കിൽ എപ്പോഴേ സൂചിച്ചേടി തന്നെ. നിങ്ങളിപ്പോ എന്നെ 41 കൊണ്ടാടിയെന്നെ, ഇപ്പൊ കേസ് വന്നിട്ട് 41 ദിവസം കൊണ്ടാവാന്ന് തോന്നുന്നു. അത് എന്നെ 41 ആയിരുന്നു ഇന്ന്. അപ്പൊ മുകേഷ് നായർ, രാഹുൽ ഈശ്വർ തുടരട്ടെ, നമ്മൾ തുടരും. ഇതുപോലുള്ള വ്യാജ പരാതികൾക്കെതിരെ അല്ലെങ്കിൽ വ്യാജ കേസുകൾക്കെതിരെ എന്നും ഒരു കമ്മീഷന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ ബലമില്ലെങ്കിലും വ്യക്തിപരമായിട്ട് എന്നും മുകേഷ് നായരും രാഹുൽ ഈശ്വരും. ഈ മുകേഷ് നായരുടെ അവസാനം ഒരു ചോദ്യം, കൂടെ നിന്ന് സ്നേഹിക്കുന്നവർക്കും ശത്രുക്കൾക്കും ഉള്ള മറുപടി ക്യാമറ നോക്കി പറയാം. തീർച്ചയായിട്ടും ഈ ഒരു കേസ് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം മനസ്സിലായത്, ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടെ. കാരണം എനിക്ക് വന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കമന്റ്സ്, അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് മുകേഷ് നായർ വീണ്ടും തുടരണം എന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക് തന്നത്. ആ ഒരു ഊർജം ഉൾക്കൊണ്ട് തന്നെ പൂർവാധികം എപ്പോഴും അന്നും ഇന്നും എന്നും നമ്മൾ എങ്ങനെയുണ്ട് ഈ പറയുന്ന കണക്ക് കുറെ വർഷങ്ങളായിട്ടുണ്ട്, അതിലും ഭംഗിയായിട്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട്. കാരണം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഞാൻ അജിനോട് പറഞ്ഞു, പുതിയ കുറെ ബ്രാൻഡുകൾ ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വന്നു. ഇന്ന് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു യൂറോപ്പിലെ ഒരു കമ്പനി അസോസിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസം പ്രഖ്യാപിച്ചു. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ്. ഈ ഒരു കേസ് ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ഇതൊരു കേസ് ഞാനിപ്പോൾ ഒരു കേസിൽ കുറ്റാരോപിതനാണ്, അതിനിടയിൽ ഇത് വേണമെന്ന് അവരോട് ചോദിച്ചു. ആ ഒറ്റ കുറ്റാരോപിതനായതുകൊണ്ടാണ് നിങ്ങൾ തേടുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിഷ്കളങ്കനായതിന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ തേടി വന്നത് എന്ന് പറയുന്നത്. ഞാൻ കണ്ട മുകേഷ് നായർ ഈ സൈസേ ഉള്ളടേ. അത് ഒരു വരിയും ഫൈറ്റ് ചെയ്യുമ്പോൾ മുകേഷ് നായരെ ഫൈറ്റ്. ഇനി അജിനെ കുറിച്ചും നിങ്ങളുടെ ചാനലിനെ കുറിച്ചും ഒരു വാക്ക്. ഇത് നിങ്ങൾ ചെയ്യുന്ന അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ സൗഹൃദം കാര്യങ്ങളൊക്കെ കാണാം, പക്ഷെ ഇതേപോലുള്ള വേദികൾ കൊടുക്കണം. കാര്യം അവർക്ക് ആ വേദന വേറെ ആരോടും പറയാനില്ല, അവർക്ക് ആ വിഷമം വേറെ ആരോടും വേദികൾ പലപ്പോഴും കൊടുക്കത്തില്ല. മുകേഷ് നായർ തെറ്റുകാരനാണെന്ന് പറഞ്ഞാല് 1000 വേദികൾ കാണാം. തീർച്ചയായിട്ടും മുകേഷ് നായർ തെറ്റുകാരനാന്ന് പറയാൻ വേദി, അനുകൂലമായ കോടതി വിധി വന്നാൽ പിന്നെ അവൻ ആരെങ്കിലും സ്വാധീനിച്ചുണ്ടാക്കിയാന്ന് വേദി, ഇനി അവസാനം കോടതി അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ഊരിപ്പോയതാണെന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ആരോപണം വന്നാൽ പുള്ളി മരിക്കുന്നവരെ കുറ്റക്കാരനാണ്. അതുകൊണ്ട് അജിനും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ചെയ്യുന്ന ആ നന്മ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതേപോലത്തുള്ള സ്പേസ് കൊടുക്കണം. ഇവർക്ക് പറയാനും വിഷമം പറയാനും അല്ലെങ്കിൽ തങ്ങളുടെ സ്ട്രഗിള് പറയാനും അതൊരു തരം ഇമോഷണൽ ഹീലിംഗ് ആണ്. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ അതാ സംസാരിച്ചുകൊണ്ട് ഒരുപാട് പേര് മനസ്സിൽ ഇത് തികട്ടി വർഷങ്ങളോളം
പോവും. അത് പറയുമ്പോൾ കഥാർസിസ് എന്നാണ് നമ്മൾ സൈക്കോളജിയിൽ തന്നെ വിളിക്കുന്നത്. അതായത് പറഞ്ഞു തീരുമ്പോൾ നമുക്കൊരു ഹീലിംഗ് കിട്ടുന്നു, ഒരു ക്ലോഷർ കിട്ടുന്നു. ഈ ഹീലിംഗിന് വേണ്ടിയുള്ള വേദികളാണ് ഇതേപോലത്തുള്ള മാധ്യമങ്ങൾ. അതിന് മാധ്യമപ്രവർത്തകർ അതിന്റെ മാതൃക പിന്തുടർന്ന് അങ്ങനെ വ്യാജ പരാതികൾ പെട്ടു. നിങ്ങളും വാലിഡേറ്റ് ചെയ്താൽ മതി, നിങ്ങളും വെരിഫൈ, എല്ലാവർക്കും വേദി കൊടുക്കണമെന്നല്ല, നിങ്ങൾ വെരിഫൈ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഇതിന് സാധ്യതയൊക്കെ നോക്കി നിങ്ങൾ ആ വേദികളും കൊടുക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുമ്പോഴേ അതിനൊരു ബാലൻസ് ഉണ്ടാവും. താങ്ക് യു. അപ്പം മുകേഷ്, രാഹുൽ ഈശ്വർ ഈ കപ്പൽ അടിവിലയിലേക്ക് മുന്നിട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.